എൻ്റെ പേര് മോളി തോമസ്. എൻ്റെ ജീവിത പങ്കാളിയുടെ പേര് ബേബിച്ചൻ. ഞങ്ങൾ വരുന്നത് ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനത്ത് നിന്ന്. ഞങ്ങൾ 4 പേരടങ്ങുന്ന കുടുംബം. 2 മക്കളുണ്ട്, ഒരു മോനും ഒരു മോളും. ഞാൻ 2009 തൊട്ട് ധ്യാനകേന്ദ്രത്തിൽ വരികയും ഇവിടെയുള്ള പ്രാർത്ഥനകളിലും കുർബാനകളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തു. അതിന് കാരണം എൻ്റെ മോള് പഠിക്കുവാനായി സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തലവേദന കൊണ്ട് പഠിക്കാതെ ക്ലാസ്സിൽ എപ്പോഴും ക്ലാസ് റൂമിൽ ഏറ്റവും പുറകിലുള്ള ബെഞ്ചിൽ പോയി കിടക്കുമായിരുന്നു. അവിടുന്ന് ടീച്ചേഴ്സ് വിളിച്ചതിൻ്റെ പേരിൽ ഞാൻ ക്ലാസ്സിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ക്ലാസ്സിൽ വരുമ്പോൾ തൊട്ട് ഇങ്ങനെ തന്നെ കിടപ്പാണെന്ന്. അവിടെ പഠിക്കാൻ മിടുക്കിയായിരുന്നു. ഞാൻ വളരെയധികം വിഷമിച്ചു. എൻ്റെ ഭർത്തൃ സഹോദരി പറഞ്ഞു, ഇതുപോലെ മല്ലപ്പള്ളി ധ്യാനകേന്ദ്രത്തിന് അച്ഛൻ്റെ അടുത്ത് പോയി ഈ പ്രശ്നത്തിനോട് കാര്യങ്ങളൊക്കെ പറയുകയും പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കുന്നു പറഞ്ഞു. ഇവിടെ വന്ന് അച്ഛനെ കണ്ടു. 13 ബുധനാഴ്ച ഇവിടുത്തെ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. അവിടെ +2 ഡിസ്റ്റിങ്ഷനോട് പാസ്സായി. ഇപ്പോൾ BSc നഴ്സിംഗിന് പഠിക്കുന്നു. ആ BSc നഴ്സിംഗിന് പഠിക്കാൻ പോയപ്പോഴും ഞങ്ങൾ വളരെയധികം വിഷമിച്ചു. പഠിക്കുന്നില്ല. ഞങ്ങൾ ചേർന്ന് കഴിഞ്ഞാണ് അറിഞ്ഞത് ഞാൻ പഠിക്കുന്നില്ല, എനിക്ക് നഴ്സിംഗിന് പഠിക്കേണ്ടതാണ്. പോകുന്നതിന് മുമ്പായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വിടത്തില്ലായിരുന്നു. സർട്ടിഫിക്കറ്റ് എല്ലാം യൂണിവേഴ്സിറ്റിയിലായിപ്പോയി. വളരെയധികം വിഷമിച്ചു. അച്ഛൻ്റെ അടുത്ത് വന്നു. അച്ഛൻ പ്രാർത്ഥിച്ചു. വന്ന് വീടെല്ലാം വെച്ചിരിച്ചു. ഇപ്പോൾ 4 വർഷമായി അവൾ പരീക്ഷ എഴുതിയിട്ട് നിൽക്കുന്നു. റിസൾട്ട് അറിയാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കണം. പിന്നെ എൻ്റെ ജീവിത പങ്കാളി 2010 ലിവർ സിറോസിസ് ആയിട്ട് ബ്ലഡ് വൊമിറ്റ് ചെയ്തു. അതിനു മുമ്പ് തൊട്ടേ ഉണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞത് ഈ 2010 ഓഗസ്റ്റ് മാസം 30-ാം തീയതിയാണ് ബ്ലഡ് വൊമിറ്റ് ചെയ്തു. കോഴഞ്ചേരി മുത്തൂറ്റ് ഹോസ്പിറ്റലായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഒരു വിഷമം ഉണ്ടായി. ഓഗസ്റ്റ് 30-ാം തീയതി അടുത്ത ഹോസ്പിറ്റലിൽ ചെത്തിപ്പുഴയിൽ ചെന്ന് അവിടെ ചെന്നപ്പോഴത്തേക്ക് വല്ലാത്ത വിഷമമൊക്കെയായി. ബ്ലഡ് വൊമിറ്റ് ചെയ്യാതെ പനിയായിട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ 2 ബേസൺ ബ്ലഡ് വൊമിറ്റ് ചെയ്തു. അവിടുത്തെ ഡോക്ടർ പറഞ്ഞു കൊണ്ടുപോകോ, ആളെ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, കോഴഞ്ചേരി മുത്തൂറ്റാ കാണിക്കുന്നത്, അങ്ങോട്ട് കൊണ്ടുപോയിക്കോട്ടെ എന്ന്. ഡോക്ടർ പറഞ്ഞു അവിടം വരെ ചെല്ലത്തില്ലെന്ന് പറഞ്ഞു. പെട്ടെന്ന് ആംബുലൻസ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ ചെന്നു 5 ദിവസം എവിടെയൊക്കെ മനുഷ്യന്റെ ശരീരത്തിൽ സുഷിരങ്ങളുണ്ടോ അവിടെ കൂടെയൊക്കെ ബ്ലഡ് പോയിക്കൊണ്ടിരുന്നു. ധാരാളം ബ്ലഡ് പോവുകയും അനക്കമില്ലാതെ കിടക്കുകയും മൂക്കിലും എല്ലാം ട്യൂബ് ഇട്ടിരുന്നു. 4-5 ദിവസത്തോളം അനക്കമില്ലാതെ അങ്ങനെ തന്നെ കിടന്നു. 5-ാമത്തെ ദിവസം ഞാൻ പെട്ടെന്ന് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ആളെ കിട്ടത്തില്ല, കരട് മാറ്റി വെക്കണം, 20 ലക്ഷം രൂപയാണ് കരട് മാറ്റി വെക്കുന്നതിന്റെ മാത്രം ചെലവെന്ന് പറഞ്ഞു. ഞാനും 2 പിള്ളേരുണ്ടെന്ന് പറഞ്ഞു. മൂത്തത് മോനാണ്. അവൻ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞപ്പോൾ 6 വർഷമായി ജോലി ചെയ്യുന്നു. ഞാനും എൻ്റെ മോനും അവിടെ ഇരുന്ന് വളരെയധികം വിഷമിച്ചു. പെട്ടെന്ന് ഈപ്പച്ചനച്ഛനെ വിളിച്ചു. അച്ഛൻ ഫോണിലൂടെ എൻ്റെ ജീവിത പങ്കാളിയുടെ ചെവിയിൽ പ്രാർത്ഥിച്ചു. ജീവിത പങ്കാളി ബോധമൊന്നുമില്ലാതെ കിടക്കുന്ന സമയമായിരുന്നു. പ്രാർത്ഥിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഫോൺ കട്ടായി. ഞാൻ തിരിച്ചു ഫോൺ എടുത്ത് കൈവച്ചപ്പോൾ വീണ്ടും അച്ഛൻ വിളിക്കുന്നു, മോളെ ഇനി അവൻ ഒരിക്കലും രക്തഛർദ്ദിക്കത്തില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ആ സെക്കൻഡിൽ തന്നെ മൂക്കിലുള്ള ട്യൂബ് തിരിച്ചുപോയി. ഒന്ന് തുമ്മി, ബോധമൊന്നുമില്ലാതെ കിടന്നിരുന്ന വ്യക്തി ഒന്ന് തുമ്മി, മൂക്കിലുള്ള ട്യൂബ് തെറിച്ചുപോയി. ചാടി എഴുന്നേറ്റിരുന്നു. എനിക്ക് വിശക്കുന്നെന്ന് പറഞ്ഞ് ബിസ്ക്കറ്റ് അവിടെ ഒന്നുമില്ലായിരുന്നു കൊടുക്കാനായിട്ട്. വരുന്നവരായിരിക്കും എല്ലാവരും രോഗിയെ കാണാനാണ് വന്നത്. ഒന്നും കഴിക്കാത്ത അവസ്ഥയായിട്ട് ആരും ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഞങ്ങളും ഒന്നും മേടിച്ചെടുത്ത് വെച്ചിട്ടില്ല. അവിടെ എങ്ങനെയോ ഒരു ആപ്പിൾ ഇരിപ്പുണ്ടായിരുന്നു. അതിന്റെ ശകലം ചിരണ്ടി കൊടുത്തപ്പോൾ ഡോക്ടർ കണ്ട് വഴക്ക് പറഞ്ഞു. പിന്നെയും വീണ്ടും പറഞ്ഞു എനിക്ക് വിശക്കുന്നെന്ന് പറഞ്ഞു. എവിടുന്നോ ബിസ്ക്കറ്റ് കിട്ടി, അതും കൊടുത്തു. പിറ്റേ ദിവസം ഞങ്ങളെക്കാളും സീരിയസ് അല്ലാതെ ഒത്തിരി പേര് അവിടെ ഉണ്ടായിരുന്നു ആ വാർഡില്. അവരെ ഒന്നും ഡിസ്ചാർജ് ചെയ്തില്ല. പിറ്റേ ദിവസം രാവിലെ ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്തു. അതിനുശേഷം വീണ്ടും ഒരു ചെറിയ മുറിവ് ചന്തിഭാഗത്തുണ്ടായി. ആ മുറിവില്ലാതെ തന്നെ പനിയായിട്ടാണ് അതും വീണ്ടും പീറ്റർ
മണലിന്റെ ഹോസ്പിറ്റലിലാണ് പോയത്. അവിടെ അഡ്മിറ്റ് ആയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തൊലി പൊട്ടി, ഷുഗർ ഉണ്ടായിരുന്നു, പഴുത്ത് വ്രണമായി, ധാരാളം മാംസം അവിടുന്ന് ചെത്തിക്കളഞ്ഞു. 2 കൈപ്പത്തിയുടെ വലുപ്പത്തിൽ മാംസം ചെത്തിക്കളഞ്ഞു. 33 ബോട്ടില് ബ്ലഡ്. അവിടുന്ന് രക്ഷയില്ലാതെ കൊണ്ട് മെഡിക്കൽ മിഷനിൽ കൊണ്ടുവന്നു. അവിടെ 27 ദിവസം കിടന്നു. 37 ബോട്ടില് ബ്ലഡും പ്ലാസ്മയും കൂടെ കയറി. അവിടുന്ന് രക്ഷയില്ലാതെ അന്നേരമൊന്നും ഞാൻ ഈ പ്രസിഡൻസിനെ വിളിക്കുന്നില്ല, ഞാൻ ഓർക്കുന്ന പോലില്ല. എനിക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അവിടുന്ന് വീണ്ടും ലേക്ഷോറിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് വീണ്ടും അവർ ബ്ലഡും പ്ലാസ്മയും കയറ്റി. അച്ഛനെ ഞാൻ അവിടെ വെച്ച് വിളിച്ചു. അച്ഛൻ പറഞ്ഞു, മോളെ വിഷമിക്കേണ്ട, ഒന്നും സംഭവിക്കത്തില്ല, എല്ലാം മാറിയിരിക്കുകയാണ്. അവൻ ഇതുവരെ ബ്ലഡ് ഛർദ്ദിച്ചിട്ടില്ലല്ലോ. അത് കഴിഞ്ഞ് പല പ്രാവശ്യവും ഛർദ്ദിച്ചപ്പോഴും ബ്ലഡ് ഛർദ്ദിച്ചിട്ടില്ല. അതുകൊണ്ട് മോള് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു. അച്ഛൻ പ്രാർത്ഥിച്ചു. ബ്ലഡ് കയറുന്നില്ല, മരുന്ന് കയറുന്നില്ല. അവസാനം ഡോക്ടർ പറഞ്ഞു, കഴുത്തിന് ഇവിടെ കിഴുത്തിയിട്ടിട്ട് വേണം ഇനി ബ്ലഡും മെഡിസിനൊക്കെ കയറാനായിട്ട് എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അച്ഛനെ വിളിച്ചു. 5 മിനിറ്റ് പോലും കഴിഞ്ഞില്ല, അപ്പോൾ വീണ്ടും ബ്ലഡും മെഡിസിനൊക്കെ പ്രതികരിക്കാൻ തുടങ്ങി, ശരീരത്തിൽ കയറാൻ തുടങ്ങി. അവിടുന്ന് ഉടനെ തന്നെ ഡിസ്ചാർജ് ആയി വന്നു. പെട്ടെന്ന് അവിടെ അധികം ദിവസം കിടക്കേണ്ട വന്നില്ല. അത് കഴിഞ്ഞ ശേഷം വീണ്ടും ഒരു 3-4 മാസം എന്റെ ജീവിത പങ്കാളി എഴുന്നേറ്റ് പുറത്തൊക്കെ പോവുകയും ചെയ്തു. പെട്ടെന്ന് നടുവേദനയുണ്ടായി. നട്ടലില് പഴുപ്പ് കയറിയിട്ട് അരക്കി കിഴിപ്പോട്ട് തളർന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ മെഡിക്കൽ മിഷൻ ലേക്ഷോറിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് ഡോക്ടർ പറഞ്ഞു, ആള് തളർന്നു പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അവിടെ വെച്ച് അച്ഛനെ ഞാൻ വീണ്ടും വിളിച്ചു, പ്രാർത്ഥിച്ചു. കിടന്ന കിടപ്പിൽ യൂറിനും മോഷനും ഒക്കെ പോവുകയും ആഹാരം കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. ഞാൻ താഴോട്ട് പോയിച്ചു വന്നപ്പോൾ അച്ഛനെ വിളിച്ച് വെളുപ്പിനെ ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് വെളുപ്പിനെ കാപ്പി വേണമെന്ന് പറയും. കാപ്പി മേടിക്കാൻ തിരിച്ചു വരുമ്പോൾ ആള് ബെഡിലില്ല, ബാത്റൂമിൽ തന്നെ പോയിരിക്കുന്നു. അതുപോലെ പിറ്റേ ദിവസം അവിടുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു. വീണ്ടും ഭയങ്കരമായ വിഷമവും വേദനയും ഉണ്ടായി. വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ വേദന കണ്ട് കിടക്കുന്നില്ല. ഞാനും എന്റെ മോളും കൂടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ പുള്ളിക്കാരനെ ശുശ്രൂഷിക്കാൻ മാത്രമേ ഞങ്ങൾക്ക് സമയമുള്ളൂ. ഞങ്ങളുടേതായിട്ട് ആഹാരം കഴിക്കാനോ ഞങ്ങളുടേതായിട്ടുള്ള യാതൊരു കാര്യം നോക്കാനോ ഞങ്ങൾക്ക് സമയമില്ല. അങ്ങനെ ഇരുന്ന് വിഷമിച്ചപ്പോൾ ഞാൻ അച്ഛനെ വിളിച്ചു. അച്ഛ, എന്റെ വീട് വരെ ഒന്ന് വരാമോ? അച്ഛൻ എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പരിസരത്തുണ്ട് മോളെ, നിങ്ങളുടെ മുറ്റത്തുണ്ട് മോളെ എന്ന് പറഞ്ഞു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ അച്ഛന്റെ വണ്ടി കയറി വരുന്നു. അച്ഛനും നെൽസൺ അച്ഛനും കൂടെ വന്നു. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. പഴുപ്പ് പോയി, ബയോപ്സിക്ക് വിടണം, നട്ടലിനകത്ത് ക്യാൻസർ ആകാനാണ് സാധ്യത എന്നൊക്കെയായിരുന്നു ഡോക്ടർ പറഞ്ഞിരുന്നത്. അച്ഛൻ പ്രാർത്ഥിച്ചു. പഴുപ്പ് പോയി മോളെ എന്ന് പറഞ്ഞു. വീണ്ടും ഞങ്ങൾ MRI ചെയ്തു. നട്ടലിന്റെ 2 കശേരിയുടെ നടുക്ക് മുഴുവനും പഴുപ്പായി കിടന്ന് വീണ്ടും MRI ചെയ്തപ്പോൾ ആ പഴുപ്പ് കാണാനില്ല. ഞങ്ങൾ എന്റെ ജീവിത പങ്കാളി എഴുന്നേറ്റ് നടന്നു പറഞ്ഞപ്പോൾ ഡോക്ടറിന് അതിശയമായി പോയി. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ വരെ വണ്ടി ഓടിച്ചാണ് വന്നത്. ദൈവത്തിന്റെ കൃപ ഞങ്ങൾ എന്നിലും എന്റെ കുടുംബങ്ങളിൽ ധാരാളമായി വർഷിച്ചു തന്നിരിക്കുന്നു. ഒത്തിരി കൊണ്ട് പറയാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് എന്റെ കണ്ണിന്റെ കാഴ്ച തന്നെയും എനിക്ക് തിരിച്ചു കിട്ടിയത് എന്റെ അച്ഛൻ തലയ്ക്ക് കൈ വെച്ച് പ്രാർത്ഥിക്കുകയും 2 കണ്ണിന്റെയും കാഴ്ച പോയിരുന്നു. അത് അച്ഛൻ കണ്ണിനൊക്കെ കൈ വെച്ച് പ്രാർത്ഥിക്കുകയും എനിക്ക് ഈ ലൈറ്റ് ഒന്നും നോക്കാൻ വയ്യ, പകലൊന്നും എനിക്ക് വിട്ടു തിറങ്ങാൻ വയ്യായിരുന്നു. ഞാൻ കണ്ണ് കെട്ടിയിട്ട് തോർത്തിന്റെ ആ സുഷുപ്തി കൂടെ മാത്രമേ എനിക്ക് വെളിയോട്ട് നോക്കാൻ പറ്റത്തുള്ളായിരുന്നു. അച്ഛൻ പ്രാർത്ഥിച്ചു, അതും എനിക്ക് മാറി കിട്ടി. എന്റെ കുടുംബത്തിന് ധാരാളം കൃപ. ഇവിടെ വന്ന് കുർബാനയിലും നൊവേനയിലും പ്രാർത്ഥനയിലും ഒക്കെ പങ്കെടുത്തിരിക്കുക എനിക്കും എന്റെ കുടുംബത്തിന് ധാരാളം കൃപ കിട്ടി. നിങ്ങളെല്ലാവരും എപ്പോഴും എന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഈ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ദൈവത്തിന് സ്തുതി.